ഹലോ ഹായ്, ഞാൻ ഉനൈസ് പൂനൂർ. ഇന്ന് ഖത്തർ വിസയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. കുറച്ച് ആളുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. അതായത് ഖത്തറിലേക്ക് ഇന്ത്യൻസിന് വിസ കൊടുക്കുന്നത് നിർത്തലാക്കിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നതൊക്കെ. അപ്പോൾ പിന്നെ അതുപോലെ കൗതുകകരമായ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ, ഇതിൻ്റെ മുമ്പ് രണ്ട് ആളുകൾ വിളിച്ച് ഇതിനു മുമ്പ് ചോദിച്ചു. ഒന്നൊരു ലേഡി ആയിരുന്നു, ഒന്നല്ലാത്തൊരാളും, ഒരു പുരുഷനും. അപ്പോൾ ആൾ വിളിച്ചിട്ട് ചോദിച്ചു, ഇവർ രണ്ടുപേരും ചോദിച്ചു, നോൺ മുസ്ലിംസിന് വിസ കൊടുക്കുന്നത് ഖത്തർ നിർത്തിയിട്ടുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് എന്നത്. അപ്പം ഞാൻ എന്താ വെച്ചാൽ, അങ്ങനെ നോൺ മുസ്ലിംസിന് വിസ കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു നിയമം ഖത്തർ കൊണ്ടുവരില്ലല്ലോ. നമുക്കങ്ങനെ എന്താ പറയുക, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യത കുറവാണല്ലോ എന്നുള്ളത് ഞാൻ അപ്പം തന്നെ അവരോട് പറഞ്ഞു. അതിനൊരു ചാൻസ് ഇല്ല. കാരണം എല്ലാ രാജ്യത്തും എല്ലാ റിലീജനും ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മതത്തിനെ മാത്രം അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവർക്കും വിസ കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു നിയമമൊന്നും GCC രാജ്യങ്ങളൊന്നും കൊണ്ടുവരുമെന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ അപ്പോൾ തന്നെ അവരോട് പറഞ്ഞു. പിന്നെ ഇന്ത്യൻസിന് വിസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും കുറേ ആളുകൾ ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അന്വേഷണം നടത്തി ഖത്തറിലുള്ള അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്, നോൺ മുസ്ലിംസിന് വിസ കൊടുക്കുന്നില്ല എന്നുള്ളതല്ല, ഇന്ത്യൻസിന് വിസ കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യൻസിന് വിസ കിട്ടുന്നില്ല. അത് എല്ലാവർക്കും എന്നല്ല, കുറച്ച് വിസ കിട്ടുന്നുണ്ട്. അതായത് വർക്ക് വിസൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഒരുപാട് വിസക്ക് അപ്ലൈ ചെയ്തിട്ട് മുന്നത്തെ പോലെ വിസ ഇഷ്യൂ ആയി കിട്ടുന്നില്ല. അത് താൽക്കാലികമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറച്ച് വിസകളൊക്കെ പാസ്സാവുന്നുണ്ട്, പക്ഷേ പഴയതുപോലെ അങ്ങനെ ഒരുപാട് വിസകൾ ഇറങ്ങുന്നില്ല. അത് ഇന്ത്യൻ വിസകൾ മാത്രമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ത്യക്കാർക്ക് വിസ പെട്ടെന്ന് ഇഷ്യൂ ചെയ്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അത് QVC ഔദ്യോഗികമായിട്ട് ഖത്തർ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് പിന്നെ എന്താണ് കാരണം എന്നുള്ളതൊന്നും ഡിക്ലെയർ ചെയ്തിട്ടുമില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. മുമ്പേ വിസിറ്റ് വിസ പോലും തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഇതിനു മുമ്പേയും ഖത്തറിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു നടപടിയോ മാത്രമാണിത്. അല്ലാതെ ഇന്ത്യൻസിന് പൂർണ്ണമായി വിസ നിർത്തലാക്കിക്കൊണ്ടുള്ള ഒരു നിയമവും ഖത്തർ പാസ്സാക്കിയിട്ടില്ല. നോൺ മുസ്ലിംസിന് വിസ ഇല്ല എന്നുള്ളൊരു നിയമം ഇല്ല. അപ്പോൾ തെറ്റിദ്ധാരണകൾ പറഞ്ഞ് പരത്താതിരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ പ്രത്യേകിച്ച് നോൺ മുസ്ലിംസിന് വിസ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡാകുന്നൊരു വിഷയമാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കുക, അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താതിരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അത് എന്താ പറയുക, ഒരു സാമാന്യ ബോധമുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും, ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. അത്തരത്തിലൊന്നൊരു നിയമവും GCC രാജ്യങ്ങളൊന്നും കൊണ്ടുവരില്ല. അല്ലെങ്കിൽ അതിനനുസരിച്ച് അത്രയും തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു രാജ്യത്ത് അത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടെമ്പററി ആയിട്ടെങ്കിലും ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്തായിരിക്കും. ഇതങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളൊന്നും ആരും അടിച്ചിറക്കാതിരിക്കുക. ഖത്തർ നിലവിൽ അങ്ങനെ നോൺ മുസ്ലിംസിന് വിസ കൊടുക്കണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല. ഇന്ത്യൻസിന് നിലവിൽ വിസ കിട്ടുന്നില്ല. അതെന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ ആ ഒരു സംഭവം ഔദ്യോഗികമായിട്ട് പുറത്ത് വിട്ടിട്ടില്ല, അങ്ങനെ ഇന്ന കാരണം കൊണ്ട് വിസ കൊടുക്കുന്നില്ല എന്നുള്ളതൊന്നും പറഞ്ഞില്ല. പക്ഷേ വിസ കിട്ടാൻ പ്രയാസമുണ്ട് എന്നുള്ളത് മാത്രമാണ് നിലവിലുള്ള നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള സംഭവം. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പുറത്ത് വിടാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല, വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ താൽക്കാലികമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് വിസക്ക് ട്രൈ ചെയ്താൽ കിട്ടുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ കുറച്ച് കാലതാമസമുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കാം. അതേപോലെ
QVCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കലുണ്ട്. അപ്പോൾ അത്തരത്തിൽ പുതിയ അപ്ഡേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൊണ്ട് നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും ഇറക്കാതിരിക്കുക. നമുക്ക് പൂർണ്ണമായും ബോധ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അതിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടാത്ത ഒരു സംഭവങ്ങളെക്കുറിച്ചും ഊഹാപോഹങ്ങളൊന്നും പറയാതിരിക്കുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.